പോലീസ് അന്വേഷിച്ച ലഹരി ഇടപാടുകാരുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നുൾപ്പെടെ ചോദിച്ചറിയാൻ പോലീസ് ശ്രമിക്കില്ല? ഈ 32 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമല്ലേ? അനുജ, നിലവിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനോടി എന്ന വിശദീകരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിലവിൽ സമാനമായ പ്രശ്നങ്ങൾ ഷൈനുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് ഷൈൻ ടോം ചാക്കോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഇറങ്ങി ഓടിയതിനപ്പുറത്തേക്ക് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഷൈനോട് ചോദിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വിൻസി അലോഷ്യസിന്റെ ഒരു വെളിപ്പെടുത്തൽ പോലീസിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. വിൻസിയെ നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു ക്രൈം അയാൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ ഒരു നടി നടത്തുന്നു. പക്ഷേ അതിൽ പരാതിയായി ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൽ വിശദീകരണം തേടേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതിന് പക്ഷേ അക്കാര്യങ്ങളടക്കം പോലീസ് ചോദിക്കും. എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറായ സജീറിനെ അന്വേഷിച്ചാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘം നിലവിൽ വേദാന്ത ഹോട്ടലിലേക്ക് എത്തിയത്. പക്ഷേ വേദാന്ത ഹോട്ടലിൽ എത്തുന്ന ഘട്ടത്തിൽ സജീറിന്റെ ലൊക്കേഷൻ ഓഫാകുന്നു. അപ്പോൾ റിസപ്ഷൻ പരിശോധിക്കുമ്പോഴാണ് ഇവിടെ ഷൈൻ ടോം ചാക്കോ ഉണ്ട് എന്നൊരു വിവരം പോലീസിന് ഡാൻസ് ഓഫിന് ലഭിക്കുന്നത്. അങ്ങനെ ഈ സജീർ ഷൈൻ്റെ റൂമിൽ ഉണ്ടാകും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈൻ്റെ മുറിയിലേക്ക് ഡാൻസ് ഓഫ് സംഘം എത്തുന്നത്. അവിടെ നിന്ന് പക്ഷേ പോലീസ് എത്തുന്നു എന്ന് താഴെ നിന്ന് വിവരം ലഭിക്കുന്ന ഘട്ടം ഷൈൻ അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. അതെന്തിനാണ് എന്നാണ് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പക്കൽ നിന്നത്തിൽ വിവരങ്ങൾ ലഭിക്കുമോ, കാര്യങ്ങളൊക്കെ വിശദമായ ഒരു അന്വേഷണം നടത്തും. പോലീസിന് മുൻപിൽ കഴിഞ്ഞ 5 ദിവസം ഡാൻസ് ഓഫ് നടത്തിയ നിരീക്ഷണത്തിന്റെ വിവരങ്ങൾ കൂടിയുണ്ട് ഷൈനുമായി ബന്ധപ്പെട്ട്. ആ കാര്യങ്ങളൊക്കെ ഷൈനിന് മുൻപിൽ ചോദ്യമായി വരും. ഷൈൻ എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ വിശദമായൊരു മറുപടി നൽകേണ്ടി വരും. ഷൈൻ തന്റെ സുഹൃത്തുക്കളോടൊക്കെ വിശദീകരിച്ചത് ഞാൻ പോലീസാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ആ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയത്, മറിച്ച് തന്നെ ആരോ ആക്രമിക്കാൻ വരുന്നു, ഏതോ ഒരാൾ ആക്രമിക്കാൻ വരുന്നു എന്ന് കീ ഹോളിൽ നിന്ന് കണ്ട പശ്ചാത്തലത്തിലാണ് താൻ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതെന്നായിരുന്നു ഷൈൻ നിലവിൽ പിതാവിനോടും അതോടൊപ്പം തന്നെ അഭിഭാഷകരോടും ഒക്കെ പറഞ്ഞത്. പക്ഷേ അതിലൊന്നും പോലീസ് അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. കാര്യങ്ങളൊന്നും ഇയാൾക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയമായി ഷൈനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ നോട്ടീസ് നൽകി കേസെടുക്കാത്ത, പരാതി നൽകാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു റൊട്ടീൻ ചോദ്യം ചെയ്യലാണ് നടക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇയാളൊരു സെലിബ്രിറ്റിയാണ്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. കേരളമാകട്ടെ ലഹരി വിരുദ്ധ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു. സിനിമാ മേഖലയിൽ പ്രത്യേക പരിശോധനകൾ ഏർപ്പെടുത്തുമെന്ന പോലീസും അതോടൊപ്പം തന്നെ എക്സൈസും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ ആവർത്തിച്ച് പറയുന്നു. സിനിമാ സംഘടനകൾ അത്തരത്തിൽ ആവർത്തിച്ച് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ ലഹരിയുമായി പിടികൂടുന്ന സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ നേരിടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഷൈന് കൂടി വിശദമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും വിൻസി നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഷൈൻ ഈ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചത്, അക്കാര്യങ്ങളൊക്കെ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമായിരിക്കും നടത്തുക. പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുക. ഈ ഓടിയത് എന്തിന് എന്നൊരു ചോദ്യത്തിലായിരിക്കും. 2014 ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈന് ജാമ്യം ലഭിച്ചതിൽ പോലീസിന് അതിരൂക്ഷ വിമർശനവും വലിയ പരിഹാസവും. അതെ വിഷ്ണു, ഇപ്പോൾ അന്ന് പോലീസിനൊരു സംശയം ഉണ്ടായിരുന്നത് ലഹരിയുമായി ഇയാൾ കടന്നു കളഞ്ഞതാണോ എന്നതാണ്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇയാൾ എന്നൊക്കെയുള്ള സംശയവും പോലീസിനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പരിശോധന എന്ന് പറയുന്നത് അതിനൊരു സമയപരിധിയുണ്ട്. ഇത്ര മണിക്കൂറിനുള്ളിൽ പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയില്ല എന്നൊരു സാഹചര്യമുണ്ട്. ആ സമയപരിധി കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഏറെക്കുറെ കഴിയാനുള്ള സാധ്യതയുണ്ടോ എന്ന് തോന്നുന്നു. അത് ഓരോ ലഹരിക്കും പലതരത്തിലാണ് ആ സമയപരിധി എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പരിശോധനകളിലേക്കൊക്കെ പോലീസ് കടക്കുമോ? അതിൽ കാര്യമുള്ളതായി തോന്നുന്നുണ്ടോ? അനുജ, ഇന്ന് അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് പോകാൻ പോലീസിന് വെല്ലുവിളികളുണ്ട്. കാരണം ഇതിപ്പോൾ സംഭവം നടന്നിട്ട് 3 ദിവസമായി. ബ്ലഡ് ഇപ്പോൾ രാസലഹരിയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് അടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ. പക്ഷേ അതിനി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി മുടിയും നഖവും പരിശോധിക്കണമെങ്കിൽ അതിന് ഷൈൻ്റെ കൺസെൻറ്റ് വേണം. അതോടൊപ്പം തന്നെ ഷൈൻ അത് ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് കോടതിയിൽ പോയി അതിൻ്റെ അനുമതി വാങ്ങണം. അനുമതി വാങ്ങിയ ശേഷം മാത്രമേ അത്തരം നടപടിയിലേക്ക് പോലീസിന് പോകാനാകൂ. അതിൽ പോലീസിൽ പോയാൽ തന്നെ മുടിയും നഖവും ഒക്കെ പരിശോധിച്ച് അതിൻ്റെ രാസപരിശോധനാ ഫലം വരാൻ ഏകദേശം 6 മാസത്തോളം എടുക്കും. അങ്ങനെ ഒരു ലോങ് ടൈം പീരീഡ് ഉണ്ട്. അതുകൊണ്ട് അത്തരം പരിശോധനകളിലേക്കൊന്നും പോലീസ് നിലവിൽ പോകാനുള്ള സാധ്യതയില്ല. ഷൈനുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ചോദ്യം ചെയ്യലാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അതിന് ഉള്ള സാഹചര്യങ്ങൾ, പ്രധാനപ്പെട്ട സാഹചര്യം നേരത്തെ നമ്മൾ അറിയാവുന്ന പോലെ നമ്മൾ പുറത്തുവിട്ട ആ ദൃശ്യം തന്നെയാണ്. ഷൈൻ അവിടെ ഈ പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടി എന്നുള്ളത് പോലീസിന് മുൻപിലുണ്ട്. ഒപ്പം ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഷൈൻ ടോം ചാക്കോ. നേരത്തെ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് ഷൈനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട്
പോലീസിന് കുറ്റമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ചേർത്തലയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സുൽത്താന എന്ന് പറയുന്ന ആ പ്രതി ഷൈൻ്റെ പേര് എക്സൈസിനോട് പറഞ്ഞിരുന്നു. അക്കാര്യങ്ങൾ പോലീസിന് മുൻപിലുണ്ട്. ഡാൻസ് ഓഫ് തന്നെ നടത്തിയ പരിശോധനയും അന്വേഷണവും ഒക്കെ ഷൈനുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതായത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 32 ചോദ്യങ്ങളുമായുള്ള ചോദ്യാവലി പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ പോലീസിന് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. പിതാവിനും അഭിഭാഷകനുമൊപ്പം അല്പസമയം മുൻപാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായത്.